ഹായ് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കാലത്ത് ഒരു മാർക്കറ്റിൽ നോക്കിയാൽ ഒരേപോലത്തെ ഒരുപാട് പ്രോഡക്റ്റുകൾ കാണാം അല്ലേ? അപ്പോ ഈയൊരു തിരക്കിനിടയിൽ നമ്മളൊരു പുതിയ ഉൽപ്പന്നം ഇറക്കുമ്പോൾ ആളുകളതെങ്ങനെ ശ്രദ്ധിക്കും? അവിടെയാണ് ഡിഫറൻസിയേഷൻ, അതായത് വ്യത്യസ്തത, ഒരു സൂപ്പർ പവർ പോലെ പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ ഉൽപ്പന്നത്തെ ആൾക്കൂട്ടത്തിൽ നിന്ന് എങ്ങനെ എടുത്തുയർത്താമെന്ന് നമുക്കിന്ന് വിശദമായി നോക്കാം. നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരുപാട് പ്രതീക്ഷയോടെയും പണമിറക്കിയും മാർക്കറ്റിൽ വരുന്ന പല പ്രോഡക്റ്റുകളും എന്തുകൊണ്ടാണ് വിജയിക്കാതെ പോകുന്നത്? ഇതിനൊരു പ്രധാന കാരണമുണ്ട്. അതെ, ഇതാണ് സത്യം. തങ്ങൾ എന്തിന് വ്യത്യസ്തരാകുന്നു എന്ന് വ്യക്തമായി പറയാൻ പറ്റിയില്ലെങ്കിൽ എത്ര നല്ല പ്രോഡക്റ്റ് ആണെങ്കിലും ആരും ശ്രദ്ധിക്കാതെ പോകും. ഒന്നാലോചിച്ചു നോക്കൂ. ഒരു കടയിൽ ഒരേപോലത്തെ 10 സോപ്പുകളിരിക്കുന്നു. അതിൽ നിന്ന് ഒരാൾ നിങ്ങളുടേത് തിരഞ്ഞെടുക്കണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു പ്രത്യേകത വേണ്ടേ? ആ പ്രത്യേകതയില്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റും ആ കടലിൽ മുങ്ങിപ്പോകും. അപ്പോ ഇതിനൊരു പരിഹാരമില്ലേ? തീർച്ചയായുമുണ്ട്. ഭാഗ്യത്തിന് വിട്ടുകൊടുക്കുന്നതിനു പകരം കൃത്യമായ ഒരു പ്ലാനോടുകൂടി മുന്നോട്ടു പോവുക എന്നതാണ് പ്രധാനം. നിങ്ങളുടെ പ്രോഡക്റ്റിന് മാർക്കറ്റിൽ അതിൻ്റേതായ ഒരു ഇടം കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ബ്ലൂ പ്രിന്റ്, ഒരു കൃത്യമായ രൂപരേഖ, അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ വിഷയത്തെപ്പറ്റി ആഴത്തിൽ മനസ്സിലാക്കാൻ നമ്മൾ ഈ 6 ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. തിരക്കേറിയ മാർക്കറ്റിലെ പ്രശ്നങ്ങൾ മുതൽ നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ യഥാർത്ഥ മൂല്യം എങ്ങനെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാമെന്നുവരെ നമ്മൾ നോക്കും. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാമല്ലേ? ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ഇതൊരു ഭാഗ്യപരീക്ഷണമല്ല, മറിച്ച് കൃത്യമായ വിശകലനത്തിനും പ്ലാനിങ്ങിനും വേണ്ടിയുള്ള ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്. ഇത് നിങ്ങളുടെ പ്രോഡക്റ്റിനെ മാർക്കറ്റിൽ വേറിട്ട് നിർത്താൻ ഉറപ്പായും സഹായിക്കും. ഈ 4 പ്രധാന സ്റ്റെപ്പുകളാണ് നമ്മുടെ തന്ത്രത്തിന്റെ നട്ടെല്ല്. ആദ്യം നമ്മൾ മാർക്കറ്റിനെപ്പറ്റി പഠിക്കും, പിന്നെ നമ്മുടെ എതിരാളികളുമായി താരതമ്യം ചെയ്യും, അതിൽ നിന്ന് നമ്മുടെ മൂല്യം എന്താണെന്ന് കണ്ടെത്തും, അവസാനം ആ മേൽക്കൈ എങ്ങനെ ഉറപ്പിക്കാമെന്ന് നോക്കും. ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ പടി നമ്മൾ കാലെടുത്ത് വെക്കാൻ പോകുന്ന ലോകത്തെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കുക എന്നതാണ്. അതായത്, നമ്മുടെ മാർക്കറ്റിൽ നിലവിൽ ആരൊക്കെയുണ്ട്, അവർ എന്താണ് ചെയ്യുന്നത് എന്ന് കൃത്യമായി അറിയണം. ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിനു മുൻപ് ഈ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തമായ ഉത്തരം വേണം. നിങ്ങളുടെ എതിരാളികളുടെ ഫീച്ചറുകൾ എന്തൊക്കെയാണ്? അവർ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നിങ്ങളുടെ പ്രോഡക്റ്റ് എന്ത് പുതുമയാണ് കൊണ്ടുവരുന്നത്? ഈ വിവരങ്ങളാണ് നമ്മുടെ എല്ലാ പ്ലാനിങ്ങിന്റെയും അടിത്തറ. ഓക്കെ, അപ്പോ നമ്മുടെ എതിരാളികളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ഇനി അടുത്തതെന്താ? ഒരു നേർക്കുനേർ പോരാട്ടമാണ്. അതായത്, നിലവിലുള്ള പ്രോഡക്റ്റുകളുമായി നിങ്ങളുടെ പ്രോഡക്റ്റിനെ നേരിട്ട് താരതമ്യം ചെയ്യുക. എവിടെയാണ് നിങ്ങളുടെ പ്രോഡക്റ്റ് ജയിക്കുന്നത് എന്ന് കണ്ടുപിടിക്കേണ്ട നിർണായകമായ ഘട്ടമാണിത്. ഈ സ്ലൈഡ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒരു വശത്ത് നിലവിലുള്ള പ്രോഡക്റ്റുകളുടെ സാധാരണ ഫീച്ചറുകൾ, മറുവശത്ത് നിങ്ങളുടെ പുതിയ പ്രോഡക്റ്റിന്റെ നൂതനമായ ഫംഗ്ഷനുകളും പുതിയ ഡിസൈനും. ഈ താരതമ്യം നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ശക്തി എന്താണെന്ന് കൃത്യമായി വരച്ചുരാട്ടാൻ സഹായിക്കും. ഓർക്കുക, വ്യത്യസ്തതയെന്ന് പറയുന്നത് വെറും ഫീച്ചേഴ്സിൽ ഒതുങ്ങുന്നില്ല, അത് നിങ്ങളുടെ ബിസിനസ് മോഡലിലും വേണം. ഈ ടേബിൾ നോക്കൂ. നിങ്ങളുടെ ഉൽപ്പന്നത്തിന്റെ നിർമ്മാണച്ചെലവ്, വിൽക്കുന്ന വില, അതിൽ നിന്നുള്ള ലാഭം എന്നിവയൊക്കെ എതിരാളികളുമായി താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായി എവിടെയാണ് മുൻതൂക്കം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുടെ അടുത്തേക്ക് വരാം, നമ്മുടെ കസ്റ്റമർ. ഒരു പ്രോഡക്റ്റ് വിജയിക്കണമെങ്കിൽ അത് കസ്റ്റമറിന് മികച്ച വാല്യൂ അഥവാ മൂല്യം നൽകണം. ഈ മൂല്യത്തെ നമുക്ക് 4 പ്രധാനപ്പെട്ട തലങ്ങളായിട്ട് തിരിക്കാം. ആദ്യത്തേതാണ് സാമ്പത്തിക മൂല്യം. അതായത്, നിങ്ങളുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിലൂടെ കസ്റ്റമറിന് എങ്ങനെ പണം ലാഭിക്കാം. ചിലപ്പോൾ തുടക്കത്തിൽ കുറച്ച് വില കൂടുതൽ കൊടുക്കേണ്ടി വന്നാലും കാലക്രമേണ വൈദ്യുതി ലാഭിക്കുന്ന ഒരു ഫ്രിഡ്ജ് നല്ലൊരുദാഹരണമാണ്. രണ്ടാമത്തത് ഫങ്ഷണൽ വാല്യൂ. ഇത് വളരെ സിമ്പിളാണ്. നിങ്ങളുടെ പ്രോഡക്റ്റ് അതിന്റെ പണി വൃത്തിയായി ചെയ്യുന്നുണ്ടോ? മറ്റുള്ളവയേക്കാൾ നന്നായിട്ടോ വേഗത്തിലോ അത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ടോ? അതാണ് പ്രവർത്തനപരമായ മൂല്യം. ഇതാണ് പലരും അത്ര ശ്രദ്ധിക്കാത്തൊരു കാര്യം, വൈകാരിക മൂല്യം. ഒരു പ്രോഡക്റ്റ് നമ്മളിലുണ്ടാക്കുന്ന ഒരു ഫീലുണ്ടല്ലോ, ചിലപ്പോൾ അത് സുരക്ഷിതത്വമാകാം, അല്ലെങ്കിൽ ഒരു പ്രീമിയം ഫീലാകാം. ഈ ലാഗണികൾ വാങ്ങാനുള്ള തീരുമാനത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കും. അവസാനമായി സാമൂഹിക മൂല്യം. ചില ബ്രാൻഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് അതിന്റെ ഒരു സ്റ്റാറ്റസിനു വേണ്ടിയാണല്ലേ? ആ ഒരു ബ്രാൻഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുമ്പോൾ കിട്ടുന്ന അംഗീകാരം, അതാണ് സോഷ്യൽ വാല്യൂ. ശരി, അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ വിശകലനം ചെയ്തു. ഇനി ഇതെല്ലാം കൂടെ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുവരും?
അതാണ് നമ്മുടെ അവസാനത്തെ ഘട്ടം. അതായത് നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം വെച്ച് മാർക്കറ്റിൽ നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ തനതായ സ്ഥാനം എന്താണെന്ന് ഒറ്റ വാക്കിൽ നിർവചിക്കുക. നിങ്ങളുടെ കയ്യിൽ അവസാനം വേണ്ട ഈ തന്ത്രപരമായ സംഗ്രഹത്തിൽ ഈ 5 കാര്യങ്ങൾ നിർബന്ധമായും ഉണ്ടായിരിക്കണം. എന്താണ് നിങ്ങളുടെ യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ? നിങ്ങളുടെ ഈ മേൽക്കൈ എത്ര കാലം നിലനിൽക്കും? നിങ്ങളുടെ പ്രധാന ബ്രാൻഡ് മെസ്സേജ് എന്താണ്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതോടെ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ചിത്രം ലഭിക്കും. അവസാനമായി നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: നിങ്ങളുടെ ഈ പുതിയ ഉൽപ്പന്നം ശരിക്കും പുതിയൊരു മൂല്യം മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ, അതോ നിലവിലുള്ള പ്രോഡക്റ്റുകളുടെ ഒരു കോപ്പി മാത്രമാണോ? ഇതാണ് യഥാർത്ഥ പരീക്ഷണം. ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് ഇന്നത്തെ ഈ ചർച്ച നമുക്കിവിടെ നിർത്താം.